ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ക്ലാസിക് മോഡൽ വണ്ടികളുടെ ബാക്ക് സീറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ്. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബാക്ക് സീറ്റ് അഴിച്ചെടുക്കുവാൻ ആദ്യമേ ലൂസ് ചെയ്യേണ്ടത് രണ്ട് സൈഡിലെയും ഷോക്ക് ഒബ്സർ കണക്ട് ചെയ്തിരിക്കുന്ന 15-ന്റെ ബോൾട്ടും അതിലെ 17-ന്റെ നെറ്റുമാണ്. അതിനായി 15-ന്റെ ഒരു ഡബിൾ എൻഡ് സ്പാനറും 17-ന്റെ ഒരു റിംഗ് സ്പാനറും എടുക്കാവുന്നതാണ്. ഈ കാണുന്ന പോലെ 15-ന്റെ ബോൾട്ട് ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിച്ച് പിടിച്ച ശേഷം 17-ന്റെ റിംഗ് സ്പാനർ ഉപയോഗിച്ച് നെറ്റ് ലൂസ് ചെയ്യാവുന്നതാണ്. ഇത് ലൂസ് ചെയ്താൽ മാത്രം മതിയാകും, പൂർണ്ണമായി ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ കാണിച്ച പോലെ തന്നെ രണ്ട് സൈഡിലെയും ഷോക്ക് ഒബ്സർ ബോൾട്ടുകൾ ലൂസ് ചെയ്യുക. നെറ്റ് ലൂസ് ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ് ചെയ്യേണ്ടത്, ടൈറ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസും. അത് കഴിഞ്ഞ് ഊരിയെടുക്കേണ്ടത് ഫ്രണ്ട് സീറ്റിന് അടിയിലായി വരുന്ന 12-ന്റെ ലോങ് ബോൾട്ടും അതിലെ 12-ന്റെ നെറ്റുമാണ്. ഈ കാണുന്ന പോലെ 12-ന്റെ നെറ്റിൽ 12-ന്റെ ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിച്ച് പിടിക്കുക. അതിനുശേഷം 12-ന്റെ ടീ റോഡ് ഉപയോഗിച്ച് മറു സൈഡിൽ 12-ന്റെ ലോങ് ബോൾട്ട് ലൂസ് ചെയ്യുക. ലൂസാക്കിയ ശേഷം 12-ന്റെ ലോങ് ബോൾട്ട് ഊരിയെടുക്കാവുന്നതാണ്. ഈ കാണിച്ച 12-ന്റെ ലോങ് ബോൾട്ട് കൂടി ഊരിയെടുത്തു കഴിഞ്ഞാൽ സീറ്റ് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി കാണിക്കുന്ന പോലെ സീറ്റിൽ പിറകിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഊരി വരുന്നതാണ്. സിംഗിൾ സീറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുവാനും ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഊരിയെടുത്ത അതേ സീറ്റ് നമ്മളിപ്പോൾ തിരിച്ച് വെക്കാൻ പോവുകയാണ്. ഊരിയെടുത്ത അതേ പൊസിഷനിൽ തന്നെ സീറ്റ് തിരിച്ച് കയറ്റി വെക്കുക. ഷോക്ക് ഒബ്സറിന്റെ സൈഡിലെ വാഷറുകൾ പുറത്ത് കാണത്തക്ക രീതിയിൽ വേണം സീറ്റ് കയറ്റി വെക്കേണ്ടത്. രണ്ട് സൈഡിലും ഒരേപോലെയാണ് കയറ്റിയത് എന്ന് ഉറപ്പുവരുത്തുക. ഷോക്ക് ഒബ്സർ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സീറ്റിനടിയിലെ 12-ന്റെ ലോങ് ബോൾട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 12-ന്റെ നെറ്റ് കൂടി ഇട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾട്ട് പൊട്ടിപ്പോകുന്നതാണ്. നെറ്റ് ഈ കാണുന്ന പോലെ കൈകൊണ്ട് മുഴുവനായിട്ട് തിരുക്കി കയറ്റുക. നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ക്രോസ് പിരി കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാണുന്ന പോലെ തന്നെ 12-ന്റെ ഡബിൾ എൻഡ് സൈഡ് ഉപയോഗിച്ച് നെറ്റിൽ പിടിച്ച ശേഷം 12-ന്റെ ടീ റാഡ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഷോക്ക് ഒബ്സറിന്റെ നെറ്റ് ആൻഡ് ബോൾട്ട് ഈ കാണുന്ന പോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സ് ആൻഡ് ട്രിക്ക് വീഡിയോസുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്. It's caught in the crossfire.